കഞ്ചാവ് കേസിൽ നിന്ന് യു പ്രതിഭ എംഎൽഎയുടെ മകനെ ഒഴിവാക്കും. യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ല എന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജനെതിരെ നടപടിയുണ്ടാകും. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് ഈ അന്വേഷണത്തിന് ശേഷമുള്ള കണ്ടെത്തൽ? ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വിശദാംശങ്ങൾ എന്താണ് മനീഷ് മഹിബാൽ? റിജിത്ത്, യു പ്രതിഭ എംഎൽഎ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ വകുപ്പ് മന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആലപ്പുഴയിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് ഒന്നുകൂടി അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ദിജസ്ഥിതി അന്വേഷിക്കണമെന്ന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ഒപ്പം തന്നെ ഈ പ്രതികൾ 9 പേരുടെ രക്ഷിതാക്കൾ, ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇട്ട ഉദ്യോഗസ്ഥർ, കേസുമായി ബന്ധപ്പെട്ട ഈ റേഞ്ച് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷം ഇന്ന് അത് എക്സൈസ് കമ്മീഷണർക്ക് അത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പ്രധാനമായും ഈ കനിവിന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ലെന്നും ഈ പ്രതിയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതായി തെളിവ് ലഭിച്ചിട്ടില്ലെന്നും അങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ പരിശോധന ഇവരെ ഈ 9 പ്രതികളെ നടത്തിയിട്ടില്ല. ഈ പ്രതിഭയുടെ മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന സംബന്ധിച്ച് എന്തെങ്കിലും സാക്ഷി മൊഴികളോ കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ചുമത്തിയ ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടായി. അത് കുട്ടനാട് സർക്കിൾ ഇൻസ്പെക്ടറാണ് ജയരാജനെതിരെ നടപടി ഉണ്ടാകുന്ന വിവരം കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളിൽ നിന്നും യു പ്രതിഭയുടെ മകനെ ഒഴിവാക്കും. അത് കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകുന്ന സമയത്ത് മകനെ ഒഴിവാക്കും. മറ്റ് പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല. മറ്റ് 8 പ്രതികളെ സംബന്ധിച്ച് ആ പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിലവിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. പക്ഷേ യു പ്രതിഭയുടെ മകനെ സംബന്ധിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ എഫ്ഐആറിനകത്ത് ഇല്ല. അത്തരം കാര്യങ്ങൾക്ക് ഒരു ധൃതി പിടിച്ച എഫ്ഐആർ ഇടുകയാണ് എക്സൈസ് ഉണ്ടായത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതായത് സ്വാഭാവികമായി എടുക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പാലിക്കാതെയാണ് യു പ്രതിഭയുടെ മകനെതിരെ കേസെടുത്തത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും യു പ്രതിഭ ആദ്യ സമയത്ത് തന്നെ രംഗത്ത് വന്നിരുന്നു. തന്റെ മകനെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ള വിവരമായിരുന്നു ആദ്യം സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവച്ചത്. പക്ഷേ ഇവിടെ പ്രതിഭയുടെ ബന്ധു തന്നെയാണ് ഈ കസ്റ്റഡിയിൽ നിന്നും ജാമ്യത്തിൽ മകനെ പുറത്തേക്ക് ഇറക്കിയതെന്ന വിവരം കൂടിയുണ്ട്. എന്താണെങ്കിൽ ഇതിനെതിരെ എക്സൈസ് സംഘടന കൂടി അതിനകത്ത് കൂടി വലിയ അതൃപ്തിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു കേസെടുക്കുന്ന ഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അനാവശ്യമായി ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇത് മെഡിക്കൽ പരിശോധന സാധാരണഗതിയിൽ 3 ഗ്രാം അല്ലെങ്കിൽ ചെറിയ അളവിൽ കഞ്ചാവ് പിടിക്കുന്ന സമയത്ത് അവർ കുറ്റസമ്മതം നടത്തിയാൽ മെഡിക്കൽ പരിശോധന വേണ്ട എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. കഞ്ചാവ് കേസിൽ നിന്ന് യു പ്രതിഭ എംഎൽഎയുടെ മകനെ ഒഴിവാക്കും. യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ല എന്നാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്.